വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്പർ സീരീസ് ആണ്. പ്രിലിമിനറി എക്സാമിനേഷന് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. നോർമലി നമ്പർ സീരീസിൽ 2 തരത്തിലാണ് നമുക്ക് ചോദിക്കുക. ഒന്നാമത്തത് മിസ്സിംഗ് നമ്പർ സീരീസ്, രണ്ടാമത്തത് റോങ് നമ്പർ സീരീസ്. നമുക്ക് റോങ് നമ്പർ സീരീസ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തൊരു മാസ്റ്റർ ആവണം? മിക്സിംഗ് നമ്പർ സീരീസിൽ മാസ്റ്റർ ആയിട്ട് പോകണം. മിക്സിംഗ് നമ്പർ സീരീസിൽ നമുക്ക് ഒന്നാമത്തെ ടൈപ്പ് ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംസ് വരാം, ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, സ്ക്വയർ ക്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ 0.5 മൾട്ടിപ്ലൈ ആയിട്ട് പോകുന്ന ബേസ് വരാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബേസ്ഡ് ആൻഡ് ലാസ്റ്റ് വൺ ഡബിൾ ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോർമലി നമ്മുടെ എക്സാംസിന് കണ്ടുവരാറുള്ളത്. സോ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിഫറൻസ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ഡിഫറൻസ് എടുത്ത് നോക്കിയിട്ട് ഏതെങ്കിലും രീതിയിലൊരു പാറ്റേൺ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ പാറ്റേൺ ആയിരിക്കും അത് മൊത്തം ഫോളോ ചെയ്തിട്ട് പോവുക. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഈ വീഡിയോയിൽ ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 15, 28, 45, 64 ഇവിടെയുള്ളത് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഏതൊരു നമ്പർ സീരീസ് കിട്ടിക്കഴിഞ്ഞാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഡിഫറൻസ് ബേസ്ഡ് ആണോ എന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അല്ലേ, 15 തുടങ്ങിയിട്ട് 147 ഇത് എൻ്റെ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ 1, 2, 3, 4, 5, 6, 7 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഡിഫറൻസ് ബേസ്ഡ് സം ആയിരിക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കും. 15ൻ്റെയും 28ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 13. ഇവിടേക്ക് ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരും എത്ര വരും? 30, 15, 2, 17 വരും. ഇവിടേക്ക് എടുത്ത് നോക്കുമ്പം 45, 5 ആയാൽ 50 14, 5, 19. സോ നമുക്ക് ഇവിടെ തന്നെ നോക്കാൻ പറ്റും 13, 17, 19 എവിടെയും കണ്ട് പരിചയമുള്ള നമ്പറാണോ ഇത്? 13, 17, 19 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സാണ് അല്ലേ. പ്രൈം നമ്പേഴ്സാണ് 13, 17, 19 എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റത്തെ പ്രൈം നമ്പർ ഏതാണ്? 2 കഴിഞ്ഞാൽ 3, 5, 7 കഴിഞ്ഞാൽ 11, 13, 17, 19 അല്ലേ. അപ്പോൾ അടുത്തത് പ്രൈം നമ്പർ തന്നെ വരണം. ഇവിടെ തന്നെ നമ്മൾ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു. എന്താണ്? പ്രൈം നമ്പേഴ്സാണ് ഫോളോ ചെയ്ത് പോകുന്നത്. സോ അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരണം? 23. 19 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ആണ്. 23 കഴിഞ്ഞാലോ ഇവിടേക്ക് വേണ്ടത് എത്ര വരും? 29 ആയിരിക്കണം. സോ രണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ 19 ആണെങ്കിൽ 23 ആണ് അടുത്ത പ്രൈം നമ്പർ. 64ൻ്റെ കൂടെ 23 ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 87 അല്ലേ. 87 ഞാൻ ചെക്ക് ചെയ്യും. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 29. 87ൻ്റെ കൂടെ 29 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 116 ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. 87 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6, 116 കിട്ടുന്നുണ്ട്. സോ എനിക്ക് പറയാൻ പറ്റും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. സോ ഡിഫറൻസ് എടുത്ത് നോക്കുക. ആ ഡിഫറൻസിൽ എന്തെങ്കിലും പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലേ. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. അടുത്തത് 8.1, 9.2, 7.3, 26.5, 43.8. സോ നമ്മൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഡിഫറൻസ് എടുത്ത് നോക്കും അല്ലേ. ഇവിടെ എടുത്ത് നോക്കുമ്പോൾ 11 വരും, ഇവിടേക്ക് എടുക്കുമ്പോൾ വേറെ ഡിഫറൻസ് വരും, അങ്ങനെ ഡിഫറൻസ് വരും. പക്ഷേ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കൂ ഈ നമ്പേഴ്സിനെ. 8.1ഉം 9.2ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴല്ലേ ഈ മൂന്നാമത്തെ നമ്പർ കിട്ടുന്നത് അല്ലേ. 9.2ഉം 17.3ഉം ആഡ് ചെയ്യുമ്പോഴല്ലേ 26.5 വരുന്നത്. 17.3ഉം ഇതും ആഡ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. സോ ഇവിടെയുള്ള നമ്പർ എങ്ങനെ എനിക്ക് കിട്ടും? ഈ രണ്ട് നമ്പറും ആഡ് ചെയ്താൽ പോരെ അല്ലേ. 5, 8 ആഡ് ചെയ്യുമ്പം 3, 13ന് 3 ബാക്കി 1, 7, 3, 10ന് 0 ബാക്കി 1, 4, 2, 6, 1, 7, 70.3 എന്ന് കിട്ടും അല്ലേ. 70.3 ചെക്ക് ചെയ്യണം. 114.1 കിട്ടുന്നുണ്ടോന്നല്ലേ. ഇവിടെ 70.3 + 43.8 ആഡ് ചെയ്യുമ്പം 1 വരുന്നുണ്ട്. പിന്നെ എത്ര വരും? 1 + 3 4 വരും. 7 + 4 1141. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ നമ്പർ എന്ത് വരും? 17.3. ഓപ്ഷൻ നമ്പർ സി 17.3 എന്ന് എനിക്ക് കിട്ടും. സോ നമ്മളെപ്പോഴും നമ്മൾ ആ നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കണം അല്ലേ. എപ്പോഴും ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കിട്ടത്തില്ല. പക്ഷേ ഈ 2 നമ്പർ ആഡ് ചെയ്യുന്നതാണ് തേർഡ് വൺ, ബാക്കി 2 ആഡ് ചെയ്യുന്നതാണ് ഫോർത്ത് വൺ റൈറ്റ്. സോ അങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. ആൻഡ് തേർഡ് വൺ നോക്കാം. എന്താണ്? 5, 6, 11, 17, 28 എങ്ങനെ വരും? ഡിഫറൻസ് എങ്ങനെ വരും? ഇവിടെ 1 വരും, ഇവിടെ 5 വരും, ഇവിടെ 6 വരും, ഇവിടെ 11 വരും അല്ലേ. എന്തെങ്കിലും പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 4, 1, 5 അല്ലേ.
വരുന്നില്ല, 1 5 6 11 വരും. സോ ഇതും നേരത്തെ കണ്ട അതേ പ്രോബ്ലമാണ്. 5ഉം 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11, 6ഉം 11ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17, 11ഉം 17ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28. സോ 28ഉം 17ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഓപ്ഷൻ എ 45 എന്ന് എനിക്ക് കിട്ടും അല്ലേ. സോ കൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ അല്ല അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ എന്താണ്? അഡീഷനാണ് നമ്പർ സീരീസ് പോകുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 72 75 81 അല്ലേ. ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കാം നമുക്ക്. 72 തുടങ്ങി 117 അവസാനിക്കുന്നു. ഫസ്റ്റ് വണ്ടെ ഡിഫറൻസ് എത്ര വരും? 3 വരും. ഇവിടെ ഡിഫറൻസ് 6 വരും. ഇവിടെ ഡിഫറൻസ് എത്രയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഡിഫറൻസ് എത്രയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 102 അല്ലേ. 7 2 പോയാൽ 5, 2 1 പോയാൽ 1 0 പോയാൽ 1 അല്ലേ 15. സോ നോക്ക് 3 6 15. സോ ഇവിടെ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല 3 × 2 ആണ് 6, ഇതോ 3 × 5 ആണ്. സോ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ. ഇത് 3 × 3 9ഉം ഇത് 12ഉം 3 6 9 12 15 എന്ന രീതിയിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പോകുന്നത്. സോ ഇവിടെ 81 ആണെങ്കിൽ 81ൻ്റെ കൂടെ ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യുമ്പോൾ ഇത് 90 ആയിട്ട് മാറും. 90യുടെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ 102 വരുന്നുണ്ടോ? വരുന്നുണ്ട്. സോ ഓപ്ഷൻ എന്തായിട്ട് മാറും? 90. ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ് എന്ന് എനിക്ക് കിട്ടും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 27 17 22 സംതിങ് അങ്ങനെ പോകുന്നല്ലേ. സോ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഡിഫറൻസ് എടുക്കും. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? -10 അല്ലേ. 27 17 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കുറഞ്ഞു. 17 എങ്ങനെ 22 ആവും? 17 22 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൂടി അല്ലേ. ഇവിടെ ഡിഫറൻസ് അറിയോ? ഇല്ല. ഇവിടെ ഡിഫറൻസ് അറിയോ? ഇല്ല. ഇവിടെ ഡിഫറൻസ് അറിയോ? അറിയാം. എത്ര? 10 കുറഞ്ഞു. ഇവിടെയോ? ഇവിടെ 5 കൂടി. സോ പാറ്റേൺ ഇവിടെ തന്നെ ക്ലിയർ ആണല്ലേ. 10 കുറയാ 10 കൂടുക, 10 കുറയാ 5 കൂടുക, 10 കുറയാ 5 കൂടുക, 10 കുറയാ 5 കൂടുക. സോ ഇതെന്തായിരിക്കും? 10 കുറയണം. ഇതെന്തായിരിക്കണം? 5 കൂടണം. സോ 22 10 പോയാൽ ഇവിടെ വരിക 12 ആയിരിക്കും. സോ അടുത്തതോ 12ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം? 17 വരണം. വരുന്നുണ്ട്. സോ ഓപ്ഷൻ നമ്പർ ഏത് വരും? ഈ 12 എന്ന് എനിക്ക് കിട്ടും അല്ലേ. ആൻഡ് ദ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ്? 156 468 780 ?1404 അല്ലേ. 3 ഡിജിറ്റ് തുടങ്ങിയിട്ട് 4 ഡിജിറ്റിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് എടുത്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ്. സോ 156 നിന്നും 468 കുറയ്ക്കണം. സോ നമ്മൾ എങ്ങനെ ചെയ്യും? 468 മൈനസ് 156 2 1 3 312 എന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്? കുറയ്ക്കാൻ നിൽക്കരുത്. നേരെ ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറയ്ക്കാം. എങ്ങനെ? വലുതിൽ നിന്ന് എപ്പോഴും ചെറുത് കുറയ്ക്കുക അല്ലേ. 468 അല്ലേ വലുത്. 8 6 പോയാൽ 2, 6 5 പോയാൽ 1, 4 1 പോയാൽ 3 കിട്ടി. എത്രയാണ്? 312 ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെയോ 780 വലുത്. കട എടുക്കണം. 10 8 പോയാൽ 2, ബാക്കി ഇവിടെ 7 ഉണ്ടാവുക. 7 6 പോയാൽ 1, 7 4 പോയാൽ 3, ഇത് 312 ആണ്. സോ അടുത്തത് എന്തായിരിക്കും? 312 തന്നെയായിരിക്കും ഡിഫറൻസ് അല്ലേ. 312 312 അടുത്തതും 312ൻ്റെ ഡിഫറൻസ് ആണ് പോകുന്നത്. സോ 780ൻ്റെ കൂടെ എന്ത് വരണം? 312 ആഡ് ചെയ്യണം. 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 9 10 1092 എന്ന് കിട്ടും. 1092 എവിടെ കിട്ടും? ഇവിടെ. അപ്പോൾ നമുക്കറിയണം 312 ആണെന്ന് ചെക്ക് ചെയ്താൽ പോരെ. 3 1 2 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ പോരെ. ഇവിടെ ആഡ് ചെയ്യുമ്പം 4 വരും. 9 1 10 0 ബാക്കി 1 10 3 13 1 14 കിട്ടുന്നുണ്ട്. സോ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ മിസ്സിംഗ് നമ്പർ സീരീസ് അല്ലെങ്കിൽ നമ്പർ സീരീസ് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിലുള്ള പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള പാറ്റേൺസ് നമുക്ക് കിട്ടും. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യൽ മാത്രമാണ്. സോ ഒരു 500 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ സീരീസിൽ മാത്രം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ടൈപ്പ് മാത്രമാണ്. ഇനി നമുക്ക് 4-5 ടൈപ്പ് നോക്കാനുണ്ട്. സോ അടുത്ത വീഡിയോയിൽ ഡിഫറൻസ് വരുന്ന രീതിയിലുള്ള ഫോംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ടിൽ ദെൻ ബൈ ബൈ.